കടുത്ത വരൾച്ചയിൽ ജലം ഉൾവലിഞ്ഞപ്പോൾ കൊല്ലം തെന്മല പരപ്പാർ അണക്കെട്ടിൽ ദൃശ്യമായ ബംഗ്ലാവ് കൌതുകമാകുന്നു. 1.25 നൂറ്റാണ്ടിന് മുൻപ് ബ്രിട്ടീഷുകാരാണ് ഈ ബംഗ്ലാവ് നിർമ്മിച്ചത്. ജലത്തിൽ മുങ്ങി 3 ദശാബ്ദങ്ങൾ പിന്നിട്ടിട്ടും കെട്ടിടത്തിന്റെ ചുമരുകൾക്ക് ഇപ്പോഴും ജീർണതയില്ല. ചുറ്റിലും കൊടും കാട്, വരൾച്ചയുടെ പിടിയിലമർന്ന തെന്മല പരപ്പാർ അണക്കെട്ട്, അതിന്റെ ഒത്തനടുവിൽ വരണ്ടുണങ്ങിയ മൺപാളികൾക്കിടെ അനാവൃതമായി നിൽക്കുന്ന ബംഗ്ലാവിന്റെ അവശേഷിപ്പ്. നാട്ടുകാർ ഇതിനെ സായിപ്പൻ ബംഗ്ലാവെന്നും കണ്ണാടി ബംഗ്ലാവെന്നും പേര് ചൊല്ലി വിളിക്കുന്നു. ബ്രിട്ടീഷ് വ്യവസായിയായിരുന്ന TJ കാമറൂണാണ് 1887 ഈ ബംഗ്ലാവ് നിർമ്മിച്ചത്. പുനലൂർ പേപ്പർ മില്ലിനായി അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ അനുമതിയോടെയായിരുന്നു നിർമ്മാണം. 1983 കല്ലട ജലസേചന പദ്ധതിക്കായി റിസർവോയർ കമ്മീഷൻ ചെയ്തപ്പോൾ സായിപ്പൻ ബംഗ്ലാവ് കാഴ്ചകളിൽ നിന്നും മറഞ്ഞു. പിന്നീട് ഇത്രയും കാലം ജലത്തിനടിയിൽ. ഒടുവിൽ തടാകം എക്കാലത്തെയും വരൾച്ചയെ നേരിട്ടപ്പോൾ വീണ്ടും അത് വെളിപ്പെട്ടിരിക്കുന്നു. പുതുതലമുറ അത്ഭുതത്തോടെയാണ് ബംഗ്ലാവിനെ നോക്കിക്കാണുന്നത്. പണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്നതെന്ന് ഒരു പഴയ ആൾക്കാർ പറഞ്ഞ് കേട്ടുണ്ട്. പിന്നെ ഡാം വന്നതിന് ശേഷം മൊത്തം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇങ്ങനെ ബിൽഡിംഗ് ഇതുപോലെ വെള്ളം വലിഞ്ഞപ്പം കാണുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. അണക്കെട്ടിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് ബംഗ്ലാവ്. അണക്കെട്ടിലെ കയറ്റിറക്കങ്ങൾ പൂർത്തിയാക്കി 45 മിനിറ്റ് നടന്നാൽ ഇത് കാണാൻ കഴിയും. വനമേഖലയായതിനാൽ വനം വകുപ്പ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 പതിറ്റാണ്ടിനിപ്പുറം കേരളം കടുത്ത വരൾച്ചയെ അഭിമുഖീകരിച്ചു എന്നതിന് തെളിവാവുകയാണ് ഈ സായിപ്പൻ ബംഗ്ലാവ്. കാലവർഷമെത്തുന്നു. പരപ്പാറിൽ ജലം നിറയുമ്പോൾ വീണ്ടും ഇത് വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക്. തെന്മല അണക്കെട്ടിൽ നിന്നും ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.